റഷ്യയുടെ ഫാർ ഈസ്റ്റേൺ പ്രദേശങ്ങളിൽ റഷ്യൻ സർക്കാരിനേക്കാൾ സ്വാധീനം ചൈനയ്ക്കുണ്ടാവുന്നു എന്ന സംശയം ശക്തമാണ്. റഷ്യയുടെ ഏറ്റവും വലിയ തുറമുഖങ്ങളിലൊന്നായ വ്ളാഡിവോസ്റ്റോക്കിന്റെ നിയന്ത്രണം പതിയെ ചൈനയുടെ കയ്യിലേക്ക് പോകുന്നു എന്ന ആശങ്ക. ഇതൊക്കെ ലാക്കാക്കിക്കൊണ്ട് ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള ബന്ധം കൂടുതൽ ശക്തമാക്കാനുള്ള നീക്കം ആരംഭിച്ചിരിക്കുകയാണ്. 2023 വരെ സജീവമായിരുന്ന ഇൻഡോ റഷ്യ മാരിടൈം കോറിഡോർ ശക്തിപ്പെടുത്താനുള്ള ചർച്ചകൾ ആരംഭിക്കുകയാണ്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം മാറിയ സാഹചര്യത്തിൽ ഏറ്റവും സുപ്രധാനമാണ് ചെന്നൈയിൽ നിന്നും വ്ളാഡിവോസ്റ്റോക്ക് വരെയുള്ള ഈ സീ റൂട്ട്. വ്ളാഡിവോസ്റ്റോക്ക് തുറമുഖത്തിൽ ചൈനയ്ക്ക് സ്വാധീനമുണ്ടെങ്കിലും ആ സ്വാധീനം കൂടുതൽ ശക്തമായി തുടരാൻ റഷ്യ ആഗ്രഹിക്കുന്നില്ല. മോസ്കോയിൽ നിന്നും 9289 കിലോമീറ്ററാണ് വ്ളാഡിവോസ്റ്റോക്കിലേക്ക്. എന്ന് വെച്ചാൽ റഷ്യൻ തലസ്ഥാനത്ത് നിന്നും റഷ്യയുടെ ഫാർ ഈസ്റ്റേൺ തലസ്ഥാനത്തേക്ക് ട്രെയിനിൽ യാത്ര ചെയ്യണമെങ്കിൽ കുറഞ്ഞത് 7 ദിവസമെങ്കിലും വേണ്ടിവരും. അത്രയും ദൂരമുള്ള ഈ വ്ളാഡിവോസ്റ്റോക്കിന്റെ നിയന്ത്രണം നഷ്ടപ്പെടുന്നു എന്ന ആശങ്ക കൂടി ഇന്ത്യയെ കളത്തിലിറക്കാൻ റഷ്യ പ്രേരിപ്പിക്കുന്നുണ്ട്. 2019 മോദി നേരിട്ട് വ്ളാഡിവോസ്റ്റോക്ക് സന്ദർശിക്കുകയും ചെന്നൈയിൽ നിന്ന് വ്ളാഡിവോസ്റ്റോക്കിലേക്ക് റഷ്യയുമായി ചേർന്നുകൊണ്ട് നോർത്തേൺ സീ റൂട്ട് ഉണ്ടാക്കാനുള്ള ധാരണയിലെത്തുകയും ചെയ്തിരുന്നു. ചൈനയുടെ എതിർപ്പടക്കമുള്ളവ കണക്കിലെടുത്ത് അത് മെല്ലെ പോവുകയായിരുന്നു. എന്നാൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ റഷ്യയും ഇന്ത്യയും സഹകരിച്ച് വ്ളാഡിവോസ്റ്റോക്കിൽ ഒരു സാറ്റലൈറ്റ് നഗരം തന്നെ പണിയാനാണ് ഇന്ത്യയുടെ ഐഡിയ. അതിനുള്ള അനുമതി റഷ്യ കൊടുത്തു കഴിഞ്ഞിരിക്കുന്നു. തുറമുഖത്തെ കേന്ദ്രീകരിച്ചുകൊണ്ട് ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള വ്യാപാര ബന്ധം വിപുലപ്പെടുത്താനുള്ള ഒരു ഉപഗ്രഹ നഗരം തന്നെ അവിടെ വളർത്തിയെടുക്കാൻ ഇന്ത്യ ശ്രമിക്കുകയാണ്. അതിനാവശ്യമായി വരുന്ന ശതകോടികൾ ഇന്ത്യ മാറ്റിവെക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. ചൈനയുടെയും ദക്ഷിണ കൊറിയയുടെയും അതിർത്തിയിലാണ് റഷ്യയുടെ വ്ളാഡിവോസ്റ്റോക്ക്. അടുത്ത തണുപ്പുള്ള ഈ പ്രദേശത്ത് പലപ്പോഴും റഷ്യൻ സർക്കാരിന്റെ കണ്ണെത്താറില്ല. അവിടേക്കാണ് ഇന്ത്യയുടെ എത്തിനോട്ടം. ഇന്ത്യയുടെ നിയന്ത്രണത്തിലായിരിക്കും വ്ളാഡിവോസ്റ്റോക്കിൽ സ്ഥാപിക്കുന്ന സാറ്റലൈറ്റ് നഗരം വരിക. അവിടെ എല്ലാ അർത്ഥത്തിലും ഇന്ത്യ റഷ്യയുടെ മുഖ്യ പാർട്ണറാവും. ചൈനയ്ക്ക് അതിർത്തി ഉണ്ടെങ്കിലും അത് പരസ്യമാക്കാനോ വെല്ലുവിളിക്കാനോ അവർ ഇതുവരെ ഒരുങ്ങിയിട്ടില്ല. ഇപ്പോൾ യൂറോപ്പിലേക്കുള്ള കപ്പൽ ഗതാഗതം സൂയസ് കനാലിലൂടെ പോകുന്നതിന്റെ ഏതാണ്ട് പകുതിയോളം സമയം മതിയാവും പുതിയ നോർത്ത് സീ റൂട്ടിൽ എന്നാണ് കണക്കാക്കപ്പെടുന്നത്. അതിനുവേണ്ടി $2 ട്രില്യണിലധികം അമേരിക്കൻ ഡോളർ റഷ്യ നേരത്തെ തന്നെ നീക്കിവെച്ചതാണ്. ഇന്ത്യയും അതിൽ പങ്കുപറ്റിക്കൊണ്ട് മുഖ്യ പാർട്ണറാകുമ്പോൾ തന്ത്രപരമായ വിജയം, അതും ചൈനയുടെ മൂക്കിന് കീഴെ ഇന്ത്യ നടത്തുകയാണ്.